ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വെറൈറ്റിയാ. അന്തരീക്ഷമൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നല്ലോ, ഒരു വെറൈറ്റി ലുക്ക്. ബാക്ക്ഗ്രൗണ്ട് ഡോറും അലമാരിയൊക്കെ ഉണ്ട്. ഇത്രയും സ്പേസേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ചെയ്യുന്നതുകൊണ്ട് വേറൊന്നും വിചാരിക്കേണ്ട. എൻ്റെ സ്പേസ് ഇതാണ്. ഇവിടെ ഇരുന്നാണ് 2025 ഞാൻ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ നേടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് തന്നെയാണ് എനിക്ക് ബെറ്റർ പ്ലേസ്. ബാക്ക്ഗ്രൗണ്ടിലല്ലല്ലോ കാര്യം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വിഷ്വൽ വേൾഡ് 2025. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കിതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ലായിരുന്നു. ഇങ്ങനെയാണ് വിഷ്വൽ വേൾഡ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ക്രിയേറ്റിവിറ്റി ആയിട്ട് ചാർട്ട്, പേപ്പർ, ഫോട്ടോ പ്രിൻ്റ് എടുത്ത് എഴുതി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇതാണ് എൻ്റെ നോട്ട് ബുക്ക്. ഈ ഡയറിയെ ഞാൻ എല്ലാം ഒരു പെന്ന് കൊണ്ട് കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളായിരുന്നു. പക്ഷേ അതിൽ പല കാര്യങ്ങളും ഈ 2025 എനിക്ക് നേടാൻ പറ്റി. സത്യമായിട്ടോ ഞാൻ പറയണത്. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, കാരണം കുറച്ച് സീക്രട്ട് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല. എൻ്റെതായ കാര്യങ്ങളല്ലേ. അപ്പം ഞാൻ ആദ്യം തന്നെ പറയട്ടെ, നിങ്ങളും ഒരു പെന്നും ബുക്കും എടുത്തോ. പെന്നും ബുക്കും അതിപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണല്ലോ. അല്ലാതെ ഇപ്പോൾ ചാർട്ട് പേപ്പർ, നമുക്ക് ചിത്രങ്ങൾ ചിത്രങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫോണിൽ തന്നെ പല ഇതും കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ചിത്രങ്ങൾ നമുക്ക് കിട്ടും. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഒരു നോട്ട് ബുക്കും ഒരു പെന്നും, ഡയറി വേണമെന്ന് നിർബന്ധമില്ലടാ, ഒരു നോട്ട് ബുക്ക് ആൻഡ് പെൻ എടുത്ത് വെക്കുക. നിങ്ങൾ ഇനി സമയം വൈകിട്ടില്ല. ഇതിപ്പോൾ 2026 തുടങ്ങി, ജനുവരി കഴിഞ്ഞു പോയി, പക്ഷേ നമുക്ക് എഴുതാൻ പറ്റിയില്ല. വെയിറ്റ്, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. പതിയെ പതിയെ മതി. ആഗ്രഹങ്ങളെ ആദ്യം തന്നെ ഒന്ന് എഴുതി കുറിച്ച് വെക്കുക. അതിപ്പോൾ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ലേ. മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജ് ഏതാണോ അത് റൈറ്റ് ചെയ്ത് വെക്കാം നമുക്ക്. ഞാൻ മലയാളവും ഇംഗ്ലീഷും മിക്സ് ചെയ്താണ് എഴുതിയേക്കുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടടാ. ബ്ലാക്ക് പെൻ, ബ്ലൂ പെൻ, അതൊക്കെ എന്തും ആയിക്കോട്ടെ. ഒരു പേപ്പറെ ജസ്റ്റ് എഴുതി വെക്കാൻ പറ്റുമല്ലോ. ഇനി അതല്ല, നമുക്ക് കറക്റ്റായിട്ട് പ്രിൻ്റൊക്കെ എടുത്ത് ആക്ടിവിറ്റി ഉണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ധൈര്യമായിട്ട് പോയി എടുത്തേ എല്ലാം പ്രിൻ്റൊക്കെ എടുത്ത് അങ്ങനെ ഒരു ചാർട്ട് പേപ്പറൊക്കെ മേടിച്ച് അത് സ്റ്റിക്ക് ചെയ്തൊക്കെ വെക്കാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ രീതിക്ക് പറയുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എന്തൊക്കെയാണ് വിഷ്വൽ ബോർഡിന് വേണ്ടി നമ്മൾ എഴുതി തയ്യാറാക്കേണ്ടതെന്ന്. എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. ചിലപ്പോൾ ചെറുതാവാം, ചിലപ്പോൾ വളരെ വലുതാവാം. എന്തു ആയിക്കൊള്ളട്ടെ, നമ്മുടെ കാര്യങ്ങൾ നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ടതായിരിക്കും. അപ്പം അത് നമ്മൾ എഴുതി ഒന്ന് വെക്കുക. ആദ്യം തന്നെ അത് ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. നിങ്ങളിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ആ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് വിജയിക്കണം. നിങ്ങൾ എഴുതി വെക്കേണ്ടത് ഇങ്ങനെയാണ്: ഞാൻ യൂട്യൂബ് ചാനൽ വിജയിച്ചു, എനിക്ക് 100K സബ്സ്ക്രൈബേഴ്സ് ആയി എന്നേ വിചാരിക്കാവുള്ളൂ. അല്ലാതെ എന്നെ കൊണ്ട് പറ്റുന്നില്ല, എനിക്കാവാൻ പറ്റുന്നില്ല. ഏതൊരു കാര്യമായിക്കോട്ടെ, എക്സാം അല്ലെങ്കിൽ മറ്റു ജോബിൻ്റെ കാര്യം എന്തായിക്കോട്ടെ, ഒരു പ്രമോഷൻ, എന്താണേലും എനിക്ക് കിട്ടും, എനിക്ക് പറ്റും എന്നേ വിചാരിക്കാവുള്ളൂ. അല്ലാതെ എനിക്കിതൊന്നും കിട്ടില്ല, എങ്ങനെ എത്തിപ്പെടാനാ, അയ്യോ പൊത്തോ പറഞ്ഞിരുന്ന ഞാൻ പറയണ കാര്യങ്ങളൊന്നും നടക്കില്ല. ഞാൻ ഇങ്ങനെയായിരുന്നു, നടക്കും, നടന്നു. അതായത് ഈ 2025 ഞാൻ ഏറ്റവും വലിയ എൻ്റെ ഒരു ഉദാഹരണം പറയട്ടെ. നമ്മുടെ വീടിൻ്റെ അവിടെ തീരെ വെള്ളമില്ലാത്തൊരു സ്ഥലമാണ്. വെള്ളമെന്ന് പറയാൻ ആ പ്രദേശത്ത് കുറച്ച് ഏരിയ മാത്രം. അതിങ്ങനെ റോഡ് നടുക്കേ പോന്നു. അപ്പുറത്തെ സൈഡിൽ വെള്ളമുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ വെള്ളമില്ല. അങ്ങനെ ഒരു സ്ഥലം. ആ സ്ഥലത്ത് നമ്മുടെ സ്ഥലം നമ്മൾ ഇപ്പുറത്ത് വിട്ടുപോയി, വെള്ളമില്ലാത്ത വശത്ത്. അപ്പം അവിടെ വെള്ളമില്ല. ആ റോഡിൻ്റെ ഈ സൈഡിലുള്ള, ലെഫ്റ്റ് സൈഡിലുള്ള ആർക്കും വെള്ളമില്ല, നമുക്കും വെള്ളമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ആഗ്രഹിച്ചു, വെള്ളം വേണം. ലോകം മൊത്തം, ആ നാട്ടിലുള്ളവർ, ലോകം മൊത്തം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ആ നാട്ടിലുള്ളവർ, അങ്ങനെ നമ്മളെ അറിയാവുന്നവർ എല്ലാവരും നമ്മളോട് പറഞ്ഞു, ഇല്ല, വെള്ളം കിട്ടില്ല. എന്തിനാണ് വെറുതെ പൈസ കളയുന്നത്? വെള്ളം കിട്ടുമോ? കുറേ പേര് ചോദിച്ചു നമ്മളോട്, വെള്ളം കിട്ടുമോ? എന്തിനാണ് വെറുതെ? അങ്ങനെ പലരും പല ചോദ്യങ്ങൾ വന്നു. ഇങ്ങനെ വന്ന പല ചോദ്യങ്ങളാണ് നമുക്ക് ചുറ്റും ഉണ്ടായത്. ഈ ചോദ്യങ്ങളിലുള്ളിൽ നമ്മൾ എന്താ വിചാരിച്ചേ? അതായത് നമ്മൾ ഭാര്യയും ഭർത്താവുമാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരേ മനസ്സിൽ നിൽക്കണം. നമ്മൾ രണ്ടുപേരും, അതായത് ഭാര്യയും ഭർത്താവും ഒരു കുടുംബമാണ്, ആ കുടുംബം ഒരുമിച്ച് നിന്നിട്ട് പറയണം, ആരെന്തൊക്കെ പറയാലും എനിക്കിവിടെ വെള്ളം കിട്ടിയിരിക്കും.
ഞങ്ങൾ അങ്ങനെ ഉറച്ചു വിശ്വസിച്ചു. പിന്നെ വേറൊരു കാര്യം പറയട്ടെടാ, ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ദൈവത്തിലാണ്. അതായത് ഇപ്പം ഞാനൊരു ക്രിസ്ത്യനായി ജനിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും നിങ്ങളുടെ മതം ഏതാണോ അതിൽ വിശ്വസിക്കുക. അതിലുള്ള ദൈവത്തിൽ നന്നായിട്ട് വിശ്വസിക്കുക. ഇതിനെല്ലാം അപ്പുറത്ത് ദൈവം എന്നൊരു ശക്തിയുണ്ട്, അതാണ് ഏറ്റവും വലുതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നിങ്ങളും അതുപോലെ തന്നെ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുക. നമ്മളെ വിശ്വാസവും ദൈവത്തിനോടുള്ള നമ്മുടെ ഒരു പ്രാർത്ഥനയും പിന്നെ നമ്മൾ കാണുന്ന ആ വിഷ്വൽ, അതാണ് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള പോയിന്റ്. അവിടെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് നടക്കുന്നത്. യെസ്. പിന്നെ നമ്മൾ ഏതൊരു കാര്യത്തിനും കഠിനാധ്വാനം ചെയ്യണം. നമ്മൾ വെറുതെ ഒരു നോട്ട് എടുത്ത് വിഷ്വൽ ബോർഡിന് വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ റൈറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു കാര്യവും നടക്കില്ല. നമ്മൾ അതിന് വേണ്ടി കഠിന പ്രയത്നം ചെയ്യണം. അപ്പം നമ്മൾ ഇതിനു വേണ്ടി വെള്ളം, നമ്മളെ കൊണ്ട് ഇപ്പോൾ കുഴി കുത്തിയിട്ട് വെള്ളം കണ്ടെത്താനൊന്നും പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഇതിനു വേണ്ടി എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ തിരഞ്ഞെടുത്ത വഴി, അതായത് ഞാൻ ഹസ്ബൻഡും തിരഞ്ഞെടുത്ത വഴി, കുഞ്ഞുങ്ങളും നമ്മൾ മലയാറ്റൂർ മല കയറുക. അവിടെ കയറി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുക, നമുക്ക് വെള്ളം കിട്ടും. അങ്ങനെ ഒരു വിശ്വാസത്തിൽ എത്തി. എടാ, ഈ ലോകം ഫുള്ള് ഒരു ശക്തിയുണ്ട്. ആ ശക്തി എവിടെയാണെന്ന് നമുക്കറിയില്ല. ഞങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പ്ലേസ് അതായിരുന്നു. ഞാൻ പറയട്ടെ, ഞങ്ങൾ കയറി ഇറങ്ങി, ഈ കുഞ്ഞുങ്ങളെ ആയിട്ട് ഞങ്ങൾ ഈ മല ഫുള്ള് കയറി ഇറങ്ങി. ഞങ്ങൾക്കറിയാം ഉറപ്പായിട്ടും ഇത് കിട്ടും, നടക്കും. അത്രയും ഉറപ്പ് എല്ലാവരും പറഞ്ഞുകൊടുത്ത് ഞങ്ങൾ ബോർവില്ലടിച്ചു. ബോർവില്ലടിക്കാൻ വണ്ടി വന്നപ്പോൾ പോലും ആൾക്കാർ നമ്മളോട് സ്നേഹം കൊണ്ടാണ് ചോദിക്കുന്നത്. വെറുതെ പൈസ കളയുമല്ലേ, നമ്മുടെ പൈസ പോകണ്ട വിചാരിച്ച ആൾക്കാർ സ്നേഹം കൊണ്ടാണ് നമ്മളോട് പറയുന്നത്, അല്ലാതെ നമുക്ക് വെള്ളം കിട്ടുന്നതിന് കുശുമ്പ് കൊണ്ടല്ല. ഇനി കിട്ടുവേല എന്ന് അവർക്ക് പോലും അത്രയും കൺഫേം ആണ്. അപ്പം നമ്മളോട് സ്നേഹത്തോടെ ചോദിക്കുവാണ്, എന്തിനാണ് വെറുതെ പൈസ കളയുന്നേ, അടിക്കണോ? പക്ഷെ നമ്മൾ എന്താ വിചാരിക്കണേ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ ആഗ്രഹിക്കുന്ന മണ്ണിൽ അത് നടന്നിരിക്കുന്നു. അങ്ങനെ നമ്മൾ അടിച്ചടാ, ഒരു പാടം, ഒരു കൃഷി, ഒരു നെൽകൃഷി തുടങ്ങാനുള്ള വെള്ളം നമുക്ക് കിട്ടി. അതാണ് എഴുതി വെച്ച കാര്യമാണ്, നടന്നു. പക്ഷെ ഒരാൾ നമ്മളെ പിന്നോട്ട് തിരിപ്പിക്കാൻ നോക്കിയാലും നമ്മൾ പിന്തിരിയുന്നില്ല. നമ്മൾ ഉറച്ച് വിശ്വസിക്കുകയാണ്, ഇത് നടന്നിരിക്കും, കിട്ടിയിരിക്കും. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. അല്ലാതെ ഒരിക്കലും തോറ്റു പോകരുത്. എൻ്റെ കാര്യത്തിൽ പലതും അങ്ങനെയാണ് നടന്നേക്കുന്നത്. അപ്പം നിങ്ങളും എന്ത് ചെയ്യണം, എഴുതി വെക്കണം. കിട്ടില്ല, അത് നടക്കില്ല എന്നൊരിക്കലും വിചാരിക്കരുത്. എല്ലാം നടക്കും തന്നെ വിചാരിക്കരുത്. 2026 എല്ലാവർക്കും പുതിയൊരു വർഷമാണ്. അതിൽ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം പോലും നിങ്ങൾ നടക്കും എന്ന് വിചാരിച്ചുകൊണ്ടൊന്ന് ചെയ്തു തുടങ്ങ്. ഉറപ്പായിട്ടും കിട്ടൂടാ. എൻ്റെ ഈ ചാനലിൽ എൻ്റെ ഈ വ്ലോഗ് കാണുന്ന നിങ്ങളെല്ലാവരും എന്നെ അല്പമെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു തുടങ്ങൂ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും. ഇതിനെല്ലാം പുറമെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഹാപ്പി ആയിട്ടിരിക്കുക. എന്തിനു മറ്റുള്ളവരോട് കുശുമ്പ്, കുന്നായ്മ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മളെ ഇപ്പോൾ വല്ലവരൊക്കെ പരിഹസിക്കുന്നുണ്ടാവും, പലരും പരിഹസിക്കും, പലരും പലതും പറയും. പക്ഷെ നമ്മൾ എന്താ ചെയ്യണ്ടേ, സില്ലിയാക്കി വിട്ടേക്കുക. ഒന്നും കാര്യമൊക്കെ എടുക്കണ്ട. പരിഹസിച്ചോ, അവിടെ തീർക്കണം. അല്ലാതെ അതിനെക്കുറിച്ച് ആലോചിച്ച് കരഞ്ഞ് സങ്കടപ്പെട്ട് മനസ്സിൽ അവർ കേൾക്കാതെ അവരെ ഇങ്ങനെ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെയൊന്നും പറയരുത്. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കുള്ള ആ പോസിറ്റീവ് എനർജി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അവരെന്തോ ആയിക്കോട്ടെ, നമ്മുടെ ലൈഫാണ്, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നു, നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ മറ്റുള്ളവർ പറയുന്നതും കേട്ട് കരഞ്ഞ് പിഴിഞ്ഞ് അവരെ പഴിച്ച് ഇവരെ പഴിച്ച് മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റണം. അല്ലാതെ അവർക്കത് കിട്ടി, എനിക്കിതൊന്നും കിട്ടിയില്ല, ഞാനിനി എന്നാ ചെയ്യും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, ഒന്നും കിട്ടാൻ പോണില്ല. മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ അവർക്ക് ദൈവം അത് കൊടുത്തു, അതീ സന്തോഷം നമുക്കും അത് കിട്ടും എന്ന് പറഞ്ഞ് സന്തോഷിക്കാനുള്ള ഒരു മനസ്സ് വരണം. അതുണ്ടെങ്കിൽ തന്നെ സൂപ്പറായിട്ട് നിങ്ങളുടെ അടുത്ത് ഇതെല്ലാം എത്തും. കുശുമ്പ്, അസൂയ, കുന്നായ്മ, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പാടെ മാറ്റണം. അതാണ് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴത്തെ ഫസ്റ്റ് കാര്യം. എനിക്കറിയാം എന്നെക്കുറിച്ചും പലരും പലതും പറയുന്നുണ്ടാവും. നമുക്ക് എന്താണ് പ്രശ്നം, നമ്മളായിട്ട് ജീവിക്കുക, അതാണ് വേണ്ടത്. നമുക്കൊരു എയിം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തിപ്പെടാൻ വേണ്ടി, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് മുന്നിൽ നമ്മൾ എത്തിപ്പെടാൻ നമ്മളാണ് ഇറങ്ങിത്തിരിക്കേണ്ടത്. മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ പാടില്ല.
അതാണ് മെയിൻ കാര്യം. അപ്പോൾ എങ്ങനെ എഴുതി തുടങ്ങണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. ഇതാ ഒരു പെണ്ണെടുത്ത് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ ചെറുതാണേലും ഒന്ന് എഴുതി വെക്കുക. അത് എഴുതിയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നിടത്ത്, ഇപ്പം നമ്മൾ നോട്ടിലും ബുക്കിലൊക്കെ എഴുതി വെക്കുന്നെങ്കിൽ ഈ നോട്ട് ബുക്ക് നമുക്ക് കാണാൻ പറ്റുന്നിടത്ത് നമ്മൾ വെച്ച് ഈ രാവിലെ ഭയങ്കരമായിട്ട് പോസിറ്റീവ് എനർജി നമുക്ക് തിങ്ങി നിൽക്കുന്ന ഒരു ടൈമാണ്. നമ്മൾ ആ സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് വായിക്കണം. നമുക്ക് ടൈം കിട്ടുന്ന എപ്പോഴാണോ ആ സമയം. മോർണിംഗ് ആണ് ഏറ്റവും നല്ലത്. പക്ഷെ അല്ല, ഈ മോർണിംഗ് സമയമില്ല, നമുക്ക് കുക്കിങ്ങും ജോബിനും പോകാനുള്ള തിരക്ക് അത് ഇതൊക്കെ ആണെങ്കിൽ എപ്പോഴാണോ നമുക്ക് ടൈം കിട്ടുന്നത് ആ ടൈമിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് വായിക്കുക. അപ്പം നമ്മുടെ ബ്രെയിനിലേക്ക് ഇത് പതിയും. ഇതാണ് എൻ്റെ ആഗ്രഹം, ഇത് നടക്കും എന്നുള്ളത് നമുക്ക് തോന്നും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പിക്കൊക്കെ നമ്മുടെ ബെഡ്റൂമിൽ വെക്കുക. എന്നിട്ട് നമുക്കിതൊക്കെ ഒന്ന് കണ്ട് നമ്മുടെ ഫാമിലി അത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതാണ് നമ്മുടെ ഫാമിലി, ഇവിടെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്, നമ്മൾ ഇതിന് വേണ്ടിയാണ് എന്നൊക്കെ നമുക്കൊരു തോന്നൽ തോന്നും. ബെഡ്റൂമിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് നമ്മുടെ ഫാമിലി, നമ്മുടെ കുടുംബ ഫോട്ടോ ഒരെണ്ണം വെക്കുന്നത് ഭയങ്കര പോസിറ്റീവായിട്ടൊരു എനർജി കിട്ടുന്ന കാര്യമാണ്. നമുക്ക് തോന്നും അതിന് വേണ്ടിയിട്ട് നമുക്ക് കഷ്ടപ്പെടണം എന്ന് നമുക്ക് ഫീൽ ചെയ്യും. കുറച്ചധികം വർഷങ്ങൾ, കുറച്ചധികം ദൂരെ പോയാൽ പോലും നമുക്കപ്പോൾ അത് നടന്ന് കിട്ടും, അത് ഷുവറാണ് കേട്ടോ. പിന്നെ താങ്ക്സ് പറയണം. എപ്പോഴും താങ്ക്സ് പറയാൻ നമ്മൾ ഒരു മനസ്സ് കാണിക്കണം. അതൊരു വലിയ മെയിൻ കാര്യമാണ്. നമുക്കൊരു കാര്യം ചെറുതാണെങ്കിൽ പോലും കിട്ടിക്കഴിഞ്ഞാൽ ദൈവമേ നന്ദി. നിങ്ങളിപ്പോൾ ആ നന്ദി ആരോടാണ് പറയാൻ ആഗ്രഹിക്കുന്നത്? യൂണിവേഴ്സലിനോടാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പറയാം. ഞാൻ എപ്പോഴും ദൈവത്തോടാണ് പറയുന്നത്. ഞാൻ പറയും ദൈവമേ നന്ദി. ഒരു മുറുക്ക ദൈവത്തെ പിടിച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും തന്ന കാര്യത്തിന് നന്ദി. അതിപ്പോൾ മറ്റുള്ളവർ കേൾക്കാൻ നമുക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് വേണമെന്നൊന്നുമില്ല. നമ്മൾ നമ്മുടെ മനസ്സിനോട് പറഞ്ഞാൽ മതി ദൈവമേ നന്ദി, എനിക്കിത് തന്നതിന് നന്ദി, ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് പറയാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം. എല്ലാത്തിനും കിട്ടിയ കാര്യങ്ങൾക്കെല്ലാം നന്ദി പറയണം. എപ്പോഴും നമ്മൾ നന്ദി പറയുന്നവരായിക്കൊണ്ടിരിക്കണം. നന്ദി ഈശോയെ, നന്ദി ദൈവമേ, നന്ദി. ഞാൻ അങ്ങനെ പറയുന്നുണ്ട്. എപ്പോഴും നമ്മളത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ആവശ്യങ്ങൾ വേണം വേണം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് നന്ദി, എല്ലാത്തിനും നന്ദി അറിയിച്ചുകൊണ്ടിരിക്കണം. എനിക്കത് തന്നു എന്ന് ഉറപ്പ് വരുത്തി നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യം ഏതാണോ ആ കാര്യം എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ് നന്ദി കാണിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകുമ്പോഴാണ് നമുക്ക് എല്ലാം വന്നു ചേരുന്നത്. അത് വലിയൊരു കാര്യമാണ്. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം കേട്ടോ. നിങ്ങൾക്ക് ബോറടിക്കണ്ടോ? ബോറടിക്കരുത്. ഞാനൊരു കാര്യമാണ് പറയാം. ഞാൻ പണ്ട് നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ കണ്ട ഒരു ഡ്രീമായിരുന്നു. നമുക്ക് അപ്പോഴല്ലേ കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ ഒരു ചിന്തയൊക്കെ വരുന്നത്, ആ ഒരു പ്രായത്തിൻ്റെ. അപ്പോൾ ആ സമയത്ത് ഞാൻ കണ്ടതാണ്, എനിക്ക് ട്വിൻസ് ആയിരുന്നു ഏറ്റവും ഇഷ്ടം. എനിക്ക് ട്വിൻസ് ഗേൾസ്, അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ് ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് ഷെയർ ചെയ്തത്. ഞാൻ കമൻറ്റ് ഇടണം കേട്ടോ. ഞാൻ പറയുന്ന ഫേക്കല്ല എന്ന് അറിയാൻ വേണ്ടിയിട്ടോ നിങ്ങൾ കമൻറ്റ് അറിയിക്കണം കേട്ടോ. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് എപ്പോഴും പറയുമായിരുന്നു എനിക്ക് ട്വിൻസ് മതി, എനിക്ക് ട്വിൻസാണ് വേണ്ടതെന്ന് ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമായിരുന്നു. ഞാൻ ആഗ്രഹിച്ചതും അത് തന്നെയായിരുന്നു. പക്ഷേ എന്താ, എനിക്ക് കിട്ടിയില്ല, ട്വിൻസ് കിട്ടിയില്ലടാ. പക്ഷേ അത്ഭുതമാണ്, നമ്മൾ വിചാരിക്കാത്ത പോലെയാണ്. വേറെ ഒരു വഴിക്ക് നടന്നില്ലേ, അത് വേറൊരു വഴിക്ക് നമ്മുടെ അടുത്തേക്ക് വന്നെത്തിയിരിക്കും. എടാ, എൻ്റെ ഈ ജുവലും ജിസ്ലിനെ പുറത്ത് എല്ലാവരും കാണുമ്പോൾ ട്വിൻസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. 1 ഇയർ ഡിഫറൻസ് പോലും ഇല്ലാതെയാണ് അവർ എന്നിലേക്ക് വന്ന് ചേർന്നത്, ജുവൽ ആൻഡ് ജസ്ലിൻ. എനിക്കറിയായിരുന്നു ദൈവം, എനിക്ക് ജുവൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ വിഷമായിരുന്നു. നമ്മൾ മനുഷ്യരല്ലേടാ, നമ്മൾ കരഞ്ഞൊക്കെ പോകും. എനിക്ക് ഒരു കുഞ്ഞെ ഉള്ളെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ വിട്ടുകൊടുത്തില്ല. അപ്പോഴും ഞാൻ ആഗ്രഹിച്ചു എനിക്ക് ഇരട്ട കുഞ്ഞുങ്ങൾ തന്നെ വേണം, നമ്മളത് വേണമെന്ന് ആഗ്രഹിക്കുക. കിട്ടി എനിക്ക് 2 പേരെ. എനിക്ക് 2 ഗേൾസാണ്. അവർ ട്വിൻസ് ആണോ തന്നെയാണ്. 2 ഡ്രസ്സ് ഇട്ടിട്ട് പോയപ്പോഴും എല്ലാവരും അങ്ങനെയാണ് ചോദിക്കുന്നത്. എനിക്ക് അവരങ്ങനെ തന്നെയാണ്, ട്വിൻസ് ബേബീസ് പോലെ തന്നെയാണ് അവർ. ഞാൻ ആ രീതിക്കാണ് അവരെ വളർത്തുന്നതും അവരങ്ങനെ തന്നെയാണ്. ഞാൻ വെരി ഹാപ്പിയാണ്. എത്രയോ പണ്ട്, അതായത് നമ്മുടെ കോളേജ് ലൈഫിലൊക്കെ കണ്ട ഒരു ഡ്രീമാണ് നമുക്കത് സാക്ഷാത്കരിച്ച് വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, കുറേ വർഷം മുന്നേ ആണെങ്കിൽ പോലും നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് എത്തിയിരിക്കും. ആഗ്രഹിക്കുന്ന ഡയറക്റ്റ് അതേപടി നമ്മുടെ അടുത്ത് നടന്നില്ലേ പോലും
ഏകദേശം ഒത്തിട്ടാണെ പോലും നമുക്കത് നമ്മൾ ആഗ്രഹിച്ച രീതിക്ക് നമ്മുടെ അടുത്ത് എത്തും. അങ്ങനെ കിട്ടും, അങ്ങനെ കിട്ടണം എന്ന് നമ്മൾ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ രീതിക്ക് തന്നെ എത്തും. APJ അബ്ദുൽ കലാം ഒക്കെ ആണെങ്കിൽ നമ്മളോട് എന്താ പറയുന്നത്, നിങ്ങൾ ഡ്രീംസ് കാണൂ. നമ്മൾ ഒരുപാട് ഉയരങ്ങളിൽ സ്വപ്നങ്ങൾ കണ്ടാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ അടുത്തെത്തുള്ളൂ. ഇനി ചില കാര്യങ്ങളിൽ നമ്മൾ കുഞ്ഞായിട്ട് കുന്നിക്കുരുവോളം കണ്ടാൽ പോലും അതും വലുതായി നടക്കണമെന്നുമുണ്ട്. എടാ, ഓരോരുത്തർക്കും ഓരോ കഴിവാണ്, ഓരോരുത്തരിലും ഓരോ പോസിറ്റീവ് എനർജിയാണ്. നമുക്കത് അറിയില്ല ഏത് തരത്തിലാണെന്ന്. ആദ്യം നമുക്ക് ഏത് തരത്തിലാണ് കിട്ടുന്നതെന്നൊന്ന് കണ്ടെത്തണം. അതിന് നമ്മൾ ആഗ്രഹിക്കുക, സ്വപ്നം കാണുക. അപ്പം നമുക്ക് കിട്ടുന്നതിൻ്റെ ബലം അനുസരിച്ച് നമുക്കറിയാം നമുക്ക് എങ്ങനെയാണ് വന്നു ചേരുന്നത്, ഏത് രീതിക്കാണ് നമുക്ക് കിട്ടുന്നതെന്ന്. അതിനെ കണ്ടറിഞ്ഞിട്ട് വേണം നമ്മൾ വീണ്ടും വീണ്ടും അതേത് രീതിക്കാണ് നമ്മുടെ ഡ്രീം നമ്മൾ കണ്ടെത്തേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് 100 തടസ്സങ്ങൾ വന്നിരിക്കും. സത്യമാണ് കേട്ടോ. തടസ്സങ്ങളില്ലാത്ത നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ സാധാരണ മനുഷ്യരാണ്. തടസ്സങ്ങളില്ലാതെ ഒരു കാര്യങ്ങളും നമ്മുടെ അടുത്ത് എത്തില്ല. തടസ്സങ്ങൾ വരും, നമ്മളെ കൂടെ കരയിപ്പിക്കും. കരയൂടാ ചില സമയത്തൊക്കെ, സങ്കടം അത് പൊട്ടിക്കരയും. പക്ഷെ കരഞ്ഞ് തീർത്ത് കഴിഞ്ഞ് വീണ്ടും എണീക്കണം. കരഞ്ഞ് തളർന്നു പോയി വീണ്ടും പൊങ്ങണം. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി വീണ്ടും 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 ഉയരങ്ങളിലേക്ക് പോകണം. നടന്നിരിക്കും. ഷുവറാണ്, ഷുവർ. എല്ലാവർക്കും 2026 നല്ലൊരു വർഷമാവട്ടെ. സ്വപ്നങ്ങൾ പൂവണിയട്ടെ. പൂവണിഞ്ഞ സ്വപ്നങ്ങളെല്ലാം നടക്കട്ടെ. ആഗ്രഹിക്കുന്ന പോലെ തന്നെ വീട്, ജോബ്, പ്രൊമോഷൻ, കുഞ്ഞുങ്ങളില്ലാത്തവരാണെങ്കിൽ കുഞ്ഞുങ്ങൾ, ഒരമ്മയാവാൻ കൊതിക്കുന്നവർ, ഒരച്ഛനാവാൻ കൊതിക്കുന്നവർ. ഇവിടെ നടക്കൂടാ. പ്രതീക്ഷയോടെ കാത്തിരിക്കുക, തളർന്നു പോകരുത്. എല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഹെൽത്ത്, ആരോഗ്യ പ്രോബ്ലം, ഹെൽത്ത് ഇല്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കില്ല. നമുക്ക് ഒന്നും ഉണ്ടായിട്ടൊരു കാര്യമില്ല. നല്ല ആരോഗ്യം, നമുക്ക് രോഗങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടണം. എല്ലാം നടക്കും, നടക്കും, നടക്കും. ഇത് മാത്രം പറയുക. ഈ ഒരു പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക. മറ്റുള്ളവർക്ക്, വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം, അല്ല ഇപ്പം മരുന്ന് മേടിക്കാനോ എന്തിനെങ്കിലും വേണ്ടി പ്രയാസപ്പെടുന്നവർക്ക് ഒരു നേരത്തെ മരുന്നിനുള്ള പണം. എടാ, ഇത് കാണാടാ ഗോഡ്. നമ്മൾ നേരിട്ട് ഗോഡിനെ കാണുന്നില്ല, പക്ഷെ അങ്ങനെ ഒരു ശക്തി ഉണ്ട്. ഈ യൂണിവേഴ്സൽ ഗോഡ് എല്ലാം ഇത് കാണുകയാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇപ്പം എന്താണ് ചിപ്പി എന്താണ് ചെയ്യുന്നത്, ചിപ്പി എങ്ങനെയാണ് ജീവിക്കുന്നത്, ചിപ്പിയുടെ ഓരോ നിമിഷങ്ങളും ഇങ്ങനെ കാണുന്നുണ്ട്. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് അവരറിയണുണ്ടടാ. അപ്പം മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ കാണുമ്പോൾ, ദുരിതം കാണുമ്പോൾ അവരുടെ മുന്നിൽ നമ്മൾ ആക്ട് ചെയ്ത് അയ്യോ സങ്കടം ആക്ടിങ് ചെയ്തിട്ട് കാര്യമില്ലടാ. മാറി നിന്ന് അവരുടെ ആ ദുഃഖത്തിൽ പങ്കുചേർന്നിട്ട് മാറി നിന്ന് അങ്ങനെ തന്നെ വേണം, നന്നായതേ ഉള്ളൂ എന്ന് പറയുന്നവർക്ക് ഞാൻ പറയാലോ, നിങ്ങൾ എന്താഗ്രഹിച്ചിട്ട് ഒരു കാര്യമില്ല, ഒന്നും നടക്കാൻ പോകില്ല. ആ സ്ഥാനത്താണ് നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥമായ സങ്കടം. ഒരു നിമിഷമെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തോടൊപ്പം ദൈവമേ അവർക്കും ഒരു നല്ലതുണ്ടാവണേ, അവർക്കും അത് നല്ലതായിട്ട് തന്നെ വരണമേ. അങ്ങനെ ഒന്ന് ചിന്തിച്ചേ. നിങ്ങൾക്ക് നല്ലത് മാത്രമേ ഭവിക്കുകയുള്ളൂ. ഏതൊരു കാര്യത്തിലാണെങ്കിലും അങ്ങനെ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് വീടില്ല, നിങ്ങളുടെ ഫ്രണ്ടിന് നല്ലൊരു ഹൗസ് കാണുന്നു, നല്ലൊരു വീടാണ് വീണതും, അവരുടെ ഒപ്പം അവരുടെ സന്തോഷത്തെ നമ്മൾ പങ്കുചേർന്നിട്ട് അവരുടെ പോലെ നമുക്ക് ഓർണം വേണേ കർത്താവേ, നമുക്ക് ഓർണം കിട്ടണേന്ന് ആഗ്രഹിച്ച് ഉറപ്പായിട്ട് നിങ്ങൾക്കും കിട്ടിയിരിക്കും. നിസ്സാരതാണ് ഒരു ഡ്രസ്സ്, ഒരു ഗോൾഡ്, എന്തോ ഒരു ചെറിയ ഐസ്ക്രീം പോലും. എടാ, എന്ത് വേണം, ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒന്ന് എഴുതിയൊക്കെ തുടങ്ങുക, ഇങ്ങനെയൊക്കെ ഒന്ന് ചേഞ്ച് ആവുക. ഞാൻ എൻ്റെ അനുഭവം 2025 തൊട്ട് ഞാൻ പറയുകയാണ്. ഞാൻ പലപ്പോഴും എഴുതി വെക്കാറുണ്ട് കേട്ടോ. എടാ, പകുതി ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ എഴുതി തുടങ്ങിയിട്ട് ഈ വർഷമാണെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് മുന്നേ നമ്മളിതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പലതും കിട്ടിയിട്ടുണ്ട്. ഒരു വീഡിയോ പറഞ്ഞാലൊന്നും തീരില്ലടാ. അത്രയും വർഷത്തെ കാര്യങ്ങൾ ഒരു ചെറിയ വീഡിയോ ആക്കി ഒന്നും ഇട്ടാൽ തീരില്ല. അതുകൊണ്ടാണ്. പക്ഷെ നടക്കും, അത് ഷുവറാണ്. നമ്മൾ ഈ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ നടക്കും എന്നുള്ള കാര്യം ഷുവറാണ്. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു വർഷമാവട്ടെ എല്ലാവർക്കും. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ, സീ യു.